വണ്ടി ഓടിച്ച് നിങ്ങൾ ഹൈവേയിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇനി തൊട്ട് ടോൾ പ്ലാസ നിങ്ങൾ കടക്കുമ്പോൾ നല്ല രീതിക്കുള്ള നിയമം സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് രീതിയിൽ മനസ്സിലാവുക. ചില ആൾക്കാരൊക്കെ പുതിയ വണ്ടി എടുക്കാതെ യൂസ്ഡ് വാഹനങ്ങൾ വാങ്ങുന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ നല്ലൊരു റോഡില്ല. കാരണം ഒരു പുതിയ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് ഒരു 5-6 കൊല്ലം പഴക്കമുള്ള വാഹനത്തെക്കാൾ കഷ്ടമായിട്ട് നിങ്ങളുടെ വാഹനം മാറും. അപ്പൊ എന്ത് ചെയ്യും ജനങ്ങള്? മര്യാദയ്ക്ക് വാഹനം ഓടിക്കാൻ ഒരു റോഡില്ല ഇവിടെ. അപ്പോഴേക്കും ടോൾ പിരിവ് തുടങ്ങി പല സ്ഥലങ്ങളിലും. ഈ കഷ്ടപ്പാടർത്ഥം നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് പുറത്തൊന്നും ഈ ഒരു പ്രശ്നമൊന്നുമില്ല. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോ നിങ്ങൾക്ക് തമിഴ്നയിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ടോൾ പ്ലാസകളില് കോഴിക്കോടൊക്കെ ഇപ്പോ ടോൾ തുടങ്ങി. ഇനിയിപ്പോ ഫാസ്ടാഗ് ഇല്ലാതെ ഇപ്പൊ പല സ്ഥലങ്ങളിലും ഫാസ്ടാഗ് എന്ന് പറയുന്ന സംഭവം ഇല്ലാതെ ഇനി ഒരിക്കലും പോകാൻ പറ്റില്ല. ഫാസ്ടാഗുകളിൽ ഇനി എന്തില്ല, ക്യാഷ് എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഒന്നെങ്കിൽ UPI പേയ്മെന്റോ അല്ലെങ്കിൽ നമ്മൾ ഫാസ്ടാഗ് മുഖാന്തരം അവിടെ പേയ്മെന്റ് ചെയ്യുന്ന പരിപാടി ഇതിന് നടക്കുള്ളൂ. ഇപ്പൊ പല വാഹനങ്ങളും ഉണ്ട്, ഫാസ്ടാഗ് ഇല്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇനി വലിയ തരത്തിലുള്ള പ്രശ്നമായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇനിയിപ്പോ ടോൾ പ്ലാസകളിൽ ക്യാഷ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്തുകൊണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന പരിപാടി ഇനി തൊട്ട് നടക്കില്ല എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ്ലി UPI പേയ്മെന്റ്. ഇപ്പൊ ഫാസ്ടാഗ് എടുക്കാതെ ആൾക്കാർ, ഇപ്പൊ UPI പേയ്മെന്റ് മാത്രം ചെയ്യുന്ന ആൾക്കാർക്കും ചെറിയ രീതിക്ക് ഫൈൻ ഉണ്ട്. ഫാസ്ടാഗ് ഇല്ലാതെ ആവുന്നതാണെങ്കിൽ വലിയ രീതിക്കുള്ള ഫൈനാണ്. അതായത് നമ്മൾ അടക്കുന്ന തുകയുടെ ഇരട്ടി തുകയൊക്കെ നിങ്ങൾക്ക് ഇനി പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, റോഡിനെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പൊ നമുക്ക് കാണാം പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് റോഡിനെ ചൊല്ലി പല പ്രശ്നങ്ങളും നമുക്ക് നടക്കുന്നതായിട്ട് കാണാം. ഇവിടെ ചോദിക്കാനും പറയാനും ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ല ഈ ഒരു സംഭവം. റോഡിന്റെ വെല്ലുവിളി തന്നെയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മൊത്തത്തിൽ നമ്മൾ നേരിടുന്നത്. ഈ റോഡിന്റെ പ്രശ്നമാണ്. എവിടെ നോക്കിയാലും റോഡിന്റെ പ്രശ്നമാണ്. നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഹൈവേ റോഡിന്റെ ഒക്കെ പരിസരത്ത് തന്നെ വലിയ വലിയ രീതിയിലുള്ള കുഴികൾ കുഴിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. വലിയ വലിയ രീതിയിലുള്ള കുഴികളാണ്, ചെറിയ കുഴികളൊന്നുമല്ല. അപ്പൊ അത്തരത്തിലുള്ള കുഴികൾ ഇഷ്ടം പോലെ. പൈപ്പ് ലൈനുകാർ വേറൊരു ഭാഗത്തുനിന്ന് റോഡിന്റെ കുഴി കുഴിച്ചിട്ടുണ്ടാവും. അതുപോലെ എയർടെൽ മറ്റുള്ള നെറ്റ്വർക്കുകാർ അവരുടെ പൈപ്പ് ഇടാൻ വേറെ ഭാഗത്തുനിന്ന് കുഴിച്ചിട്ടുണ്ടാവും. ഒരു ഭാഗത്ത് ഗ്യാസിന്റെ പൈപ്പ് കയറിയിട്ടുണ്ടാവും. അപ്പൊ ആകമാനം നമ്മളിപ്പോ ടാക്സ് അടച്ചുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്ന റോഡ് കംപ്ലീറ്റ്ലി പോയി കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മള് സത്യത്തെ പറഞ്ഞാല് നമ്മുടെ നാട്ടില് ഇവിടെ കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ളൂ. കാരണം റോഡ് എന്ത് ചെയ്താലും ആരും ചോദിക്കാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാല്, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിപ്പോ നിങ്ങൾ കർണാടക സ്റ്റേറ്റിലെത്തുമ്പോഴും അതുപോലെ തന്നെ തമിഴ്നാട് എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തുമ്പോഴും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരവസ്ഥ പോലും നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ റോഡിന് നല്ല രീതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് വ്യാപാരം നടക്കുന്നുണ്ട്. അവരുടെ മാർഗം വ്യാപാരം തന്നെയാണ്. ഇപ്പൊ പല സംസ്ഥാനങ്ങളുമായിട്ടും വ്യാപാരം നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു നാഷണൽ ഹൈവേ അത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള ഹൈവേകളാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിനാണ്. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ റോഡുകൾ ഇപ്പൊ ഒന്നും വേണ്ട, നിങ്ങളിപ്പോ ഇവിടുന്ന് കണ്ണൂർ ടു കോഴിക്കോട് തന്നെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഒരു തരത്തിലുള്ള നല്ല ഒരു റോഡ് എന്ന് പറഞ്ഞ സംവിധാനം ഇല്ല. ഇപ്പം നാഷണൽ ഹൈവേ, അതായത് ഇപ്പൊ 6 വരി പാതയുടെ പോലും പണി കൃത്യമായിട്ട് നടന്നില്ല, പണി പൂർത്തിയായിട്ടില്ല. ഇനി ഒരുപാട് പണികൾ ബാക്കി കിടക്കുന്നു. പണികളൊക്കെ എന്ന് പറഞ്ഞാൽ പൂർത്തിയാവും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവും അല്ലെങ്കിൽ എപ്പോ ആവും എന്നുള്ള കാര്യത്തിന് ആർക്കും ഒരു ഉറപ്പും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പം കഴിഞ്ഞ വർഷം 2025 ഡിസംബറിൽ കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞു. ഒരിക്കലും അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ശേഷം ഇപ്പവും ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലത്തും. ചില സ്ഥലങ്ങളിലൊക്കെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വെള്ളം കയറി വാഹനങ്ങൾ പോകുന്ന സമയത്ത് ചളിയുടെ ഒരു കൂടാരം ഉണ്ടാകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് പല സമയത്തും. അപ്പൊ നമ്മുടെ ഈ ഒരു നാട്ടില് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. ഇപ്പം ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇപ്പൊ കിട്ടിയൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കോഴിക്കോടൊക്കെ ടോള് പിരിവ് തുടങ്ങി എന്നുള്ളൊരു വാർത്തയാണ്. ടോൾ പിരിവ് എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ റോഡ് എവിടെയെന്ന് ചോദിക്കേണ്ടി വരും. ആദ്യം നിങ്ങൾ എന്തിനാണ് ടോൾ പിരിക്കുന്നതെന്ന് ആദ്യം ചോദിക്കേണ്ടി വരും. അത് അവർക്കും അറിയില്ല എന്തിനാണ് ടോൾ പിരിക്കുന്നതെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ റോഡില്ല, കൃത്യമായ രീതിയിൽ റോഡില്ലാതെ എന്തിന് ടോൾ കൊടുക്കേണ്ട ആവശ്യം എന്നുള്ളതാണ് ഇനി ചോദിക്കാനുള്ളത്. അപ്പൊ ഇനിയിപ്പോ തൊട്ട് നമ്മളിപ്പോ വാഹനങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാർ, പുതിയ പുതിയ വാഹനങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരുടെ കഷ്ടകാലം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നല്ലൊരു റോഡ് നമ്മുടെ നാട്ടിലില്ല. ഇപ്പോ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ പർച്ചേസിങ് ഒരുപാട് കൂടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത്. ഇടക്കാലത്ത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ രജിസ്ട്രേഷൻ മുഖാന്തരം വന്ന ഒരു പ്രശ്നം, ഫീസ് കൂട്ടി. ഇപ്പൊ അതിൽ ചെറിയൊരു അളവ് വന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുടെ അളവ് കൂടിയിട്ടുണ്ട് ഒരുപാട്. എന്തുകൊണ്ടാന്ന് വെച്ചാല് പുതിയ വാഹനങ്ങൾ എടുത്ത് നിങ്ങൾ ഇറങ്ങേണ്ടത് ഇതുപോലുള്ള നിരപ്പിലാണ്, റോഡിലാണ്. അപ്പൊ എന്താവും, ഒരു 6 മാസം കൊണ്ട് തന്നെ ഒരു യൂസ്ഡ് വാഹനത്തിനേക്കാളും കഷ്ടമാവും നിങ്ങളുടെ വാഹനം. അപ്പൊ അത്തരത്തിൽ കൊണ്ട് പുതിയ വാഹനങ്ങൾ ഒരുപാട് ആൾക്കാർ ഡ്രോപ്പ് ചെയ്ത് ഇപ്പൊ പഴയ വാഹനങ്ങളിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ.
ടാക്സ് ഒരുപാട് വാങ്ങുന്നുണ്ട് റോഡിന്റെ പേരിൽ. പലതരത്തിലുള്ള ടാക്സുകൾ റോഡിന്റെ പേരിൽ വാങ്ങുന്നുണ്ട്. പക്ഷേ റോഡില്ലാത്ത ഒരു നാട്, അതാണ് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. റോഡ് ടാക്സ് ഒരുപാട് വാങ്ങുന്നു, പക്ഷെ റോഡില്ല, നല്ലൊരു റോഡില്ല. നിങ്ങളിപ്പോ ഒന്നും വേണ്ട, ഞാനിപ്പം കഴിഞ്ഞ ദിവസം തന്നെ, ഇപ്പൊ ഒരുപാട് ആയിട്ടൊന്നുമില്ല, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ണൂർ ടു കോഴിക്കോട് പോകുമ്പോൾ തന്നെ റോഡിന്റെ അവസ്ഥ നമ്മൾ വളരെ മോശമായ രീതിയിൽ നമ്മൾ കണ്ടതാണ് ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ടോളും കാര്യങ്ങളും ഒക്കെ വെച്ച് ജനങ്ങളെ പിന്നെയും പിഴിയാൻ നോക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാല്. കൃത്യമായിട്ടുള്ള ടോള് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള റോഡ് വരട്ടെ, അന്ന് ജനങ്ങളൊക്കെ ടോള് കൊടുക്കാൻ റെഡിയാണ്. കാരണം അവർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള ടോളും കൊടുക്കാൻ തയ്യാറാണ് എല്ലാവരും. നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണം. നമ്മൾ അധ്വാനിക്കുന്ന ക്യാഷാണ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത്, ഒരു സംഭവത്തിന് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കടയിൽ പോയി നമ്മളിപ്പോ ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് പറ്റുന്ന സാധനം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് നമ്മൾ അവിടെ വാങ്ങുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ എന്താണ് കാര്യം? നമ്മൾ അനാവശ്യമായ രീതിയിൽ നമ്മൾ പൈസ കൊടുക്കുകയാണ് വെറുതെ. നമ്മുടെ ആവശ്യം അവിടെ നടക്കുന്നില്ല. കാരണം എന്താണ്, റോഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. റോഡ് കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പോഴേക്കും ടോൾ പിരിവ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ വാഹനവുമായിട്ട് നിങ്ങൾ പുറത്തു പോകുന്ന ആൾക്കാരൊക്കെ തന്നെ UPI പേയ്മെന്റോ അതുപോലെ തന്നെ ഫാസ്ടാഗോ നിർബന്ധമായിട്ട് എടുക്കണം. ഈ UPI പേയ്മെന്റ് എടുക്കുമ്പോൾ തന്നെ എത്രയോ ശതമാനം ഫൈന് നിങ്ങൾക്ക് ഈടാക്കുന്നുണ്ട്, ഫാസ്ടാഗ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ. അപ്പൊ തീർച്ചയായിട്ടും ഇനി എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, അതായത് ഹൈവേ മുഖാന്തരം നിങ്ങൾ ടോൾ പ്ലാസകളൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫാസ്ടാഗ് നിർബന്ധമായിട്ടും ഇനി എടുക്കേണ്ടി വരും. അപ്പൊ കൂടുതൽ ആൾക്കാർക്കൊന്നും ഈ ഫാസ്ടാഗിനെ കുറിച്ചൊന്നും അത്ര കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പൊ ഫാസ്ടാഗ് എന്ന് പറഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആക്റ്റീവ് ചെയ്യാൻ പറ്റുന്ന ചില സ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ആധാർ കാർഡും നിങ്ങളുടെ വാഹനത്തിന്റെ നമ്പറും മതി. ഒരു സീറോ ബാലൻസ് അക്കൗണ്ട്, അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഇപ്പം 150 rupees കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ അത് കട്ടായി പോകുന്ന ഒരു സംവിധാനത്തോടു കൂടിയാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണെന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ഫാസ്ടാഗിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക കേട്ടോ. നമ്മളത് കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യുന്നുള്ളൂ. അതിനെപ്പറ്റി എന്തെങ്കിലും, അതായത് ഫാസ്ടാഗ് എന്താണെന്നോ അതെങ്ങനെയാണ് ആക്ടിവേഷൻ ആക്കണ്ടേന്നോ, അല്ലെങ്കിൽ ഒരാൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അതിനോടൊപ്പമുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. കാരണം ഇപ്പൊ ഏപ്രിൽ ഈ ഒരു മാസം മുതൽ അത് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനവുമായിട്ട് പുറത്തിറങ്ങുന്ന ആൾക്കാർ ഫാസ്ടാഗ് നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഫൈന്, അതായത് ഇരട്ടി തുക, നിങ്ങൾ ടോൾ ബൂത്തിൽ എത്രയാണോ കൊടുക്കുന്നത് സാധാരണഗതിയിൽ ഈടാക്കുന്നത് അതിന്റെ ഇരട്ടി തുകയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അധ്വാനിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നിങ്ങളുടെ സ്വന്തമായിരിക്കണം. അത് അനാവശ്യമായ രീതിയിൽ നിങ്ങൾക്ക് ഒരിക്കലും കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടോൾ പ്ലാസ കടന്നു പോകുന്ന വാഹനമാണെങ്കിൽ നിങ്ങൾ ഇനി തൊട്ട് കാശ്, നമ്മുടെ സാധാരണക്കാർ ക്യാഷ് കൊടുത്തിട്ട് പോകാറുണ്ട്. ചില ആൾക്കാർ വല്ലപ്പോഴും കടന്നു പോകുന്ന ആൾക്കാരൊക്കെ ക്യാഷ് കൊടുത്തിട്ട് പോകാറുണ്ട്. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ അതുപോലെ പോയിട്ടുണ്ട്. അപ്പൊ ഇനി ആ പരിപാടി നടക്കില്ല. ഇനിയിപ്പോ ടോൾ പ്ലാസകളിലൊക്കെ ആളുണ്ടാവില്ല. ഇനിയിപ്പോ എന്താവും, ഓൺലൈൻ പേയ്മെന്റോ അല്ലെങ്കിൽ ഈ ഫാസ്ടാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷമാണെങ്കിൽ നിങ്ങൾ നല്ല രീതിക്കുള്ള ഫൈന് അവിടെ കൊടുക്കേണ്ടി വരും. അപ്പം വാഹനം ഉപയോഗിക്കുന്ന എല്ലാ വാഹന പ്രേമികളോടാണ് എനിക്ക് പറയാനുള്ളത്, ഇനി തൊട്ട് ഈ ഫാസ്ടാഗിന്റെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക. തുടരെ അതിന്റെ ഒരു വീഡിയോ, ഫാസ്ടാഗിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം